നിലമ്പൂരിൽ ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള തീപാറുന്ന പോരാട്ടമാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. മണ്ഡലം ഉണ്ടായതു മുതൽ ഇന്ന് വരെ ഇടത് വലത് മുന്നണികൾ മാത്രം നേർക്കുനേർ മത്സരിച്ച ഒരു മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ മത്സരവും കടന്ന് ചതുർമുഖ പോരാട്ടത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ആര് ജയിക്കുമെന്ന് കണ്ണുമടച്ച് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളതെങ്കിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട് നിലമ്പൂരിൽ. അത് മനസ്സിലാക്കാതെ LDFന് ചാകര, UDFന് ലോട്ടറി, അൻവർ കളം പിടിക്കും എന്നതൊക്കെ വാർത്തകളിൽ അലങ്കാരമായി പറയാം എന്നല്ലാതെ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം വളരെ വ്യക്തമാണ്. UDF സ്ഥാനാർത്ഥി 100% ജയിക്കും എന്നുള്ളതാണ് ഉറപ്പ്. ആര്യാടൻ ഷൗക്കത്തായതുകൊണ്ടും അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നതുകൊണ്ടും ഭൂരിപക്ഷം കുറയും എന്നത് മാത്രമാണ്. അതായത് എല്ലാ മുന്നണികളിലും ശക്തരാണ് സ്ഥാനാർത്ഥികൾ, ആരും തന്നെ ചെറിയ പുള്ളികളല്ല. എന്നാൽ ഒരു കാര്യം ഇതിൽ നിന്നും ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടത്, 1987 മുതൽ 3 പതിറ്റാണ്ട് കാലം നിലമ്പൂർ മണ്ഡലത്തെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ കയ്യിൽ ഭദ്രമാക്കി വെച്ചിരുന്ന ആര്യാടൻ മുഹമ്മദ് ആരോഗ്യപരമായ കാരണങ്ങളാൽ 2016 മാറി നിൽക്കുമ്പോഴാണ് മകൻ ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ആര്യാടൻ മുഹമ്മദിന് കിട്ടിയ വോട്ടുകൾ ഷൗക്കത്തിന് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഷൗക്കത്ത് തോറ്റതെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം വന്നിരിക്കുന്നത്. എന്നാൽ ഇത് തീർത്തും അസംബന്ധമാണ്. ആര്യാടൻ മുഹമ്മദിന് 2011 കിട്ടിയത് 66,331 വോട്ടുകളായിരുന്നുവെങ്കിൽ 2016 ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയത് അതേ 66,354 വോട്ടുകളായിരുന്നു. അതായത് 23 വോട്ടുകൾ കൂടുതൽ ഷൗക്കത്തിന്. എന്നാൽ തോറ്റതിൻ്റെ കാരണം എന്ന് പറയുന്നത് PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾക്ക് പുറമെ അൻവറിൻ്റെ വ്യക്തിപരമായ സ്വാധീനത്തിൽ ലഭിക്കുന്ന വോട്ടുകളും ഉണ്ടായിരുന്നു. അതോടൊപ്പം പുതിയ വോട്ടർമാരെ അൻവർ സ്വാധീനിച്ചു എന്നതിലും തർക്കമില്ല. യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ 55,000 മുതൽ 60,000 വരെ വോട്ടുകൾ മാത്രമേ എങ്ങനെ നോക്കിയാലും LDFനായി ഉള്ളൂ. അൻവർ ഇല്ലാത്ത ഇടതുപക്ഷത്തിന് അതുമാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇത് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്ന് സ്വരാജിന് പോലും നിലമ്പൂരിൽ നിർത്താനും നിൽക്കാനും തയ്യാറാകാതെയിരുന്നത്. അതിനു പകരം അൻവറിനെ പരീക്ഷിക്കുകയായിരുന്നു. പഴയ കോൺഗ്രസ്സുകാരനായിരുന്ന അൻവർ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തറവാട്ടിൽ നിന്നും വന്ന അൻവർ, ഏറനാട് നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും നടത്തിയ മത്സരം ഒരു പോരാളിയാണെന്ന് അദ്ദേഹത്തെ തെളിയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് തോൽക്കാൻ വിധിച്ച ആ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവറിനെ വെച്ചതുകൊണ്ട് മാത്രം LDF രക്ഷപ്പെട്ടത് 2 തവണ. അതായത് 66,000 വോട്ടുകളുള്ള UDFും 60,000-ൽ താഴെ മാത്രം വോട്ടുകളുള്ള LDFും മത്സരിക്കുന്ന ഇടത്തേക്ക് 2016 PV അൻവർ എന്ന ജനസമ്മതിയുള്ള ഒരാൾ വന്നതോടെയാണ് പല മേഖലകളിൽ നിന്നും PV അൻവറിലേക്ക് വോട്ടുകൾ കേന്ദ്രീകരിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ പാനൽ വോട്ടുകൾക്ക് മുകളിൽ കിട്ടുന്നത് എന്ന് പറയുന്നത് അത് അൻവറിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇനി ആ വോട്ടുകൾക്ക് ചാഞ്ചാട്ടം ഉണ്ടാകുമെന്നതും സാധ്യതയേറിയിരിക്കുന്നു. കാരണം അൻവർ രാജിവെച്ചത് പിണറായിസം തകർക്കാനാണെങ്കിൽ പിണറായി വിരുദ്ധ വോട്ടുകളാണ് അദ്ദേഹം പിടിക്കേണ്ടത് എന്നുള്ളത് വസ്തുതയാണ്. പിണറായിയെ തകർക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇന്നത്തെ സാഹചര്യത്തിൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത അൻവറിനെ പിന്തുണയ്ക്കുകയുമില്ല. പിണറായി വിരുദ്ധ വോട്ടുകൾ ചെയ്യുന്നവർക്ക് അൻവറിനോട് സ്നേഹമാണെങ്കിലും അവർ UDFന് നൽകി യഥാർത്ഥ പ്രതിപക്ഷത്തെ ജയിപ്പിക്കാനായിരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കുക. ഇനി ജയപരാജയങ്ങൾ ഉണ്ടാകുന്ന ഒരു രീതിയെക്കുറിച്ച് വളരെ നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ നമുക്കറിയാം, 2011 വരെ 60,000-ൽ താഴെ വോട്ടുകൾ ലഭിച്ചിരുന്ന LDFന് വേണ്ടി 2016 PV അൻവർ പിടിച്ചത് 78,000 വോട്ടുകളായിരുന്നു. അത് 2021 ആകുമ്പോഴേക്കും 81,000 വോട്ടുകളായി മാറി. എന്നാൽ UDFൻ്റെ വോട്ടിലും 2021 ഗണ്യമായ വർധനവുണ്ടായി. 2016 ഷൗക്കത്തിന് ലഭിച്ചത് 66,354 വോട്ടുകളാണെങ്കിൽ 2021 VV പ്രകാശിന് ലഭിച്ചത് 78,527 വോട്ടുകളാണ്.
അതായത് UDFനും 12,000 വോട്ടുകൾ വർദ്ധിച്ചിരിക്കുന്നു. അതിനർത്ഥം VV പ്രകാശിന്റെ ജനസമ്മതിക്കൊപ്പം തന്നെ 2016 UDFിൽ നിന്നും പോയ കുറച്ച് വോട്ടുകൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അൻവറിന്റെ ഭൂരിപക്ഷം വെറും 2700 വോട്ടുകളായി കുറഞ്ഞിരിക്കുന്നു. അതായത് അൻവർ ഏതാണ്ട് 20,000-നടുത്ത് വോട്ടുകൾ വ്യക്തിപരമായി നേടിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയാം, അൻവറിന് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ CPMന്റെ പെട്ടിയിൽ വീണ വോട്ടുകളാണ്. ആ വോട്ടുകൾ ഭൂരിഭാഗവും അൻവറിന്റെ പ്രത്യേക പെട്ടിയിലേക്ക് പോകുകയും ചെറിയൊരു ശതമാനം വോട്ടുകൾ, അതായത് തീവ്ര പിണറായി വിരുദ്ധർ UDFിലേക്ക് വോട്ട് ചെയ്യുകയും ചെയ്യാൻ പോവുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ. അതിനർത്ഥം എങ്ങനെ നോക്കിയാലും UDFിന്റെ വോട്ടുകൾ പുതുതായി ചേർത്തതടക്കം ആര്യാടൻ ഷൗക്കത്തിന് 70,000-നും 75,000-നും ഇടയിൽ വോട്ടുകൾ ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ LDFിന്റെ പെട്ടിയിലുള്ള, അതായത് PV അൻവറിന് അവസാനമായി ലഭിച്ചിരിക്കുന്ന 80,000 വോട്ടുകളിൽ നിന്നും അൻവർ തൻ്റെ സ്വന്തം കയ്യിലുള്ള 20,000 വോട്ടുകൾ അങ്ങ് എടുത്തു മാറ്റിയാൽ LDFിന് കിട്ടാൻ പോകുന്നത് 60,000-നും 65,000-നും ഇടയിലുള്ള വോട്ടുകളായിരിക്കും. M സ്വരാജ് നിലമ്പൂരുകാരനാണെന്നും നിലപാടിൻ്റെ നായകനാണെന്നുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ചുക്കും മാറ്റം സംഭവിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ആര്യാടൻ ഷൗക്കത്തും PV അൻവറും കഴിഞ്ഞിട്ട് മാത്രമേ സ്വരാജിനെ നിലമ്പൂരുകാർ കാണുന്നുള്ളൂ. ജന്മം കൊണ്ട് നാട്ടുകാരനാണെങ്കിലും ആ നാട് വേദനിച്ച സമയത്തൊന്നും സ്വരാജിനെ ആരും അവിടെ കണ്ടിട്ടില്ല. മെട്രോ നഗരത്തിലെ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നിലമ്പൂരിനോട് പുച്ഛമായിരുന്നു എന്നും പറയേണ്ടി വരും. അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ കേമം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കേമൻ തന്നെയാണ്. പക്ഷേ നിലമ്പൂരിൽ സ്വീകാര്യത കുറവാണ് സ്വരാജിന് എന്ന് വളരെ വ്യക്തമാണ്. എങ്കിലും മത്സരം UDFും LDFും തന്നെയായിരിക്കും. BJP വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ 8,500 വോട്ടുകൾ എന്നുള്ള ഇന്നത്തെ നിലയിൽ 12,000 വരെ അത് പോകാനും സാധ്യതയുണ്ട്. അതെല്ലാം അവർക്കുള്ള വോട്ടുകൾ തന്നെയാണ്. പിണറായിസം തകർക്കാനുള്ള ഭരണവിരുദ്ധതയാണ് ആളിക്കത്തുന്നത് എങ്കിൽ അൻവർ തന്നെ ഉയർത്തിയ ആ മുദ്രാവാക്യവും നിലമ്പൂരിൽ ജയിപ്പിക്കുന്നത് UDFിനെ തന്നെയായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് പലരും ആഗ്രഹിക്കുന്നത് പോലെ ഇനിയും ഒരു പക്ഷേ അൻവർ തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് UDFിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ UDFിൻ്റെ ഭൂരിപക്ഷം 25,000 കടക്കും എന്നുള്ളതിൽ തർക്കമില്ല.